সখী তোরা প্রেম করিও না, পীড়িত বালা না। সখী তোরা প্রেম করিও না, সখী তোরা প্রেম করিও না, পীড়িত বালা না। সখী তোরা প্রেম করিও না। প্রেম করছে যে জন জানে সে জন পীড়িতির কি বেদনা। করছে যে জন জানে সে জন পীড়িতির কি বেদনা। সখী তোরা প্রেম করিও না, পীড়িত বালা না। সখী তোরা প্রেম করিও না। প্রেম করে ভাসলো সাগরে অনেকে পাইল না কই। জগতে জুড়ে বাজে শুনি পীড়িতির কলঙ্কের ঢোল। প্রেম করে ভাসলো সাগরে ഇതാരേ വിടട്ടെ. জগতে জুড়ে বাজে শুনি পীড়িতির কলঙ্কের ഇതവളുടേതാണല്ലോ. ഇതവളുടെ കയ്യിൽ ഞാൻ കണ്ടിരുന്നു. എനിക്കിത് ഒരുപാട് ഇഷ്ടായി. പക്ഷേ എനിക്കിത് വേണ്ട, ഇതവളുടേതാ. ഏയ് കുട്ടി, ദാ ഇത് നിന്നതല്ലേ? ഏയ് കുട്ടി പോവല്ലേ? ദാ ഏയ് പോവല്ലേടോ. ഇടോ ഇതടോ വാങ്ങ് ഇതാ. ഓർമ്മ വച്ച നാൾ മുതൽക്ക് ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അനുഭവങ്ങളുടെ വിഴുപ്പുപാണ്ഡവും പേറി ജീവിതത്തിൻ്റെ ദുർഗമങ്ങളായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. പല നാടുകളും കണ്ടു, പലരുമായി ഇടപഴകി. പക്ഷേ അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചുവോ? ഇല്ല. എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്ത ഒരാശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഞാൻ വിട്ടുപിരിഞ്ഞ എൻ്റെ അമ്മയാണ് ഈ നഗരം. ഇവിടുത്തെ ഓരോ മണൽത്തരിയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. വെളിച്ചം, ഇരുട്ട്, ഇരുട്ട്, എല്ലാം മായുന്ന ഇരുട്ട്, എല്ലാ വെളിച്ചത്തെയും ഇല്ലാതാക്കുന്ന ഇരുട്ട്. അവിടെ അവിടെ എന്നെപ്പോലുള്ള മനുഷ്യർ ജീവിച്ചാലെന്ത്, ജീവിച്ചില്ലെങ്കിൽ എന്ത്? ജീവിച്ചാലെന്ത്? ഞാൻ കണ്ട എൻ്റെ സ്വപ്നങ്ങൾ സന്തോഷമാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതം. പ്രതീക്ഷകളല്ലേ ഒരു മനുഷ്യന്റെ ജീവിതം. ആ പ്രതീക്ഷകളില്ലാതായാൽ പിന്നെ അവിടെ മരണം മാത്രം.
ഒന്നിനും ഒരു പരിഹാരമില്ലെന്നറിയാം. പക്ഷേ ഞാൻ സ്വയം ഇല്ലാതാകാൻ തീരുമാനിച്ചു. ഈ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമല്ലേ? അല്ലേ? അല്ലേന്ന് ആണ്. അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അവസാനമായി എനിക്കൊരേ ഒരു ആഗ്രഹം മാത്രം. എനിക്ക് അവിടേക്കൊന്ന് പോണം. ഒരിക്കലും ഇരമ്പലുകൾ നിലയ്ക്കാത്ത ആ കടൽ എനിക്ക് ഒന്നുകൂടി കാണണം. എന്നിട്ട് ആ മണ്ടരികളെ വാരി പുണർന്ന് എനിക്കൊന്നു കിടക്കണം. മരണത്തിന്റെ തിരമാലകളാൽ ആ കടൽ അതെനിക്കൊന്നുകൂടി കാണണം. വേണ്ട. അതെന്താ നിങ്ങൾക്ക് വേണ്ടാത്തത്? പമ്പരുണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ. ഒരെണ്ണം മോക്ക് വാങ്ങിക്കൊടുക്കാലോ. എനിക്ക് മോളില്ല. എന്നാ പിന്നെ മോന് വാങ്ങിക്കൊടുക്കാലോ. എനിക്ക് മോനും ഇല്ല. എന്നാ പിന്നെ ഇല്ലേ സ്വയം വാങ്ങി ഇങ്ങനെ കറക്കി 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 നോക്കൂന്നേ. ഇതെന്തൊരു കഷ്ടാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ കുട്ടിയോട്? എല്ലാരും ഇങ്ങനെ പറഞ്ഞ എന്റെ പമ്പരം പിന്നെ ആരാ വാങ്ങുക? ആരും വാങ്ങിയില്ലെങ്കിൽ എനിക്ക് എവിടുന്ന പിന്നെ പണം കിട്ടുവാ? നിനക്കെന്തിനാ പണം? പമ്പരം വിറ്റാ പണം കിട്ടും. പണം കിട്ടിയാ എനിക്ക് ഒരുപാട് സന്തോഷാവും. ആ സന്തോഷത്തിന് എനിക്ക് പണം. എന്നാലേ എനിക്കിപ്പോ ഒരു സന്തോഷവും ഇല്ല. അതെന്താ നിങ്ങൾക്ക് സന്തോഷമില്ലാത്തെ? സന്തോഷമില്ലാത്ത ആളുകളെ എനിക്ക് ഇഷ്ടമല്ല. സന്തോഷം ഉണ്ടാവുമ്പല്ലേ ആളുകള് കടപ്പുറത്തും പാർക്കിലും ഒക്കെ വരൂ. ഇങ്ങോട്ടൊക്കെ ഓരൊക്കെ വന്നല്ലേ എനിക്ക് എന്റെ സാധനമൊക്കെ വിൽക്കാൻ പറ്റൂ. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു പമ്പരം പോലെ നീ എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ വലം വയ്ക്കുകയാണ്. ഒരു സൗരയൂഥപഥമായി നമ്മുടെ പ്രണയം. അശ്വതി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കേൾക്കുകയല്ലേ, അറിയുകയല്ലേ, അനുഭവിക്കുകയല്ലേ. അങ്ങോട്ടേക്ക് നോക്കി. ആ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എന്തൊരു സന്തോഷത്തിലാ. ഇങ്ങോട്ടേക്ക് വാ. എന്തൊരു കഷ്ടായത്. ഇങ്ങോട്ട് വാ. ഒന്നിവിടെ നിക്ക്. ഒന്നാടെ നിക്ക്. അങ്ങോട്ട് നോക്ക്. അങ്ങോട്ടേക്ക് നോക്ക്. അങ്ങോട്ടേക്ക് നോക്ക്. നോക്കി
നോക്ക്. നോക്കി. ഓരുണ്ടല്ലോ, ഓരി കടപ്പുറത്ത് വന്ന് പ്രേമിക്കാം. നിങ്ങളെ പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തൊരു കഷ്ട. അയ്യേ മോശം. വലിയ ആളുകളായല്ലേ ഈ കടപ്പുറത്ത് വന്ന് പ്രേമിക്കണമെന്നാ ആ ചേച്ചി എന്നോട് പറഞ്ഞു തന്നെ. എനിക്ക് ഇവിടെ ഒറ്റക്കൊന്ന് ഇരിക്കണം. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. എന്തൊരു കഷ്ടാണ് കുട്ടി. എനിക്ക് സ്വസ്ഥതയോടുകൂടി ഇവിടെ ഒന്ന് ഇരിക്കണം. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിക്കുക. അമ്മ പറഞ്ഞു തന്നതാ. അങ്ങനെ ഭ്രാന്ത് പിടിച്ച കൊറേ ആളുകൾ ഇവിടെ വരാറുണ്ട്. ഒരാരും എന്റെ പമ്പരം വാങ്ങാറില്ല. എനിക്കൊരു പേടിയാ. എനിക്ക് മാത്രല്ല, എന്റെ അനിയനും. അല്ലെങ്കിലും ഭ്രാന്തുള്ളവരെല്ലാവർക്കും പേടിയാ അല്ലേ? രണ്ടാള് വന്നിട്ടുണ്ടല്ലോ. അവിടെ രണ്ടാള് വന്നിട്ടുണ്ട്. എന്റെ പമ്പരം വാങ്ങാൻ നോക്കട്ടെ. ഞാൻ പോട്ടെ. പമ്പരം വേണോ? പമ്പരം 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 പമ്പരം. കളിപ്പാട്ടം വേണോ? കളിപ്പാട്ടം കളിപ്പാട്ടം കളിപ്പാട്ടം. ആ കുട്ടി എന്നോട് യാത്ര പറഞ്ഞു. കുറച്ചുകൂടി സമയം കഴിഞ്ഞ ഞാനും യാത്ര പറയും. എൻ്റെ ഈ ജീവിതത്തോട് മരണം. മൃത്യുവേ ദീർഘനിശ്വാസമേ, അഭയമേ വാഴ്വിൻ്റെ ആകാശമേ, വരളുന്ന ചുണ്ടിലെ ഒരിറ്റു നനവോ നീ, ആളുന്ന വിശപ്പിലേ സ്നേഹത്തിനുരുളയോ, നോവില്ല നിനവില്ല നേരില്ല നേരിൻ്റെ ദുഃഖവും, ഞാനില്ല നീയില്ല പ്രപഞ്ചമേ, നിന്നഗാധമാം നിർവികാരജ്ഞാനം മാത്രം. മൃത്യുവേ മിത്രമേ പ്രണയമേ, പൂവിൻ്റെ ഗന്ധമേ, നറുനിലാ വെളിച്ചമേ, ചൂടുള്ള ചുംബന മാസ്മര സ്പർശമേ, വരിക നീ അരികത്ത് വരിക സഖീ മരണമേ, ഉന്മാദമോഹിനി വരിക സഖീ മരണമേ, ഉന്മാദമോഹിനി. സമയം 6 മണിയായി. അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ സിനിമ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമുണ്ട്. പുറത്ത് ടൗണിൽ പോയി ഹോട്ടലിലൊരു മുറി എടുക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ തന്നെയാവാം. അതേയാവുമ്പോ പിറ്റേ ദിവസം ബോഡി കാണാനും നാട്ടുകാർക്ക് അതെടുക്കാനും സംസ്കരിക്കാനും എളുപ്പം ഉണ്ടാവും. ഹോട്ടൽ മുറിയാവുമ്പോ അത് നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവും. അല്ലെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന ഒരാള് നാട്ടുകാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് കൂടി പരിഹരിച്ചുകൊണ്ടാവണം ഒരാത്മഹത്യ തിരഞ്ഞെടുക്കേണ്ടത്. എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ടേ വിഷം കഴിച്ച് മരിക്കുന്നത് അതിൻ്റെ ദുഃഖം. എൻ്റെ വൻകുടലും ചെറുകുടലും മാമാശിയും കരളും എല്ലാം വിഷം കൊണ്ട് ഇങ്ങനെ 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 അങ്ങ് ദ്രവിച്ച് ഒരു സുഖകരമായ മരണം. ഹൃദയം കടലേ നീ എൻ്റെ മൗനം, തിരയായി പതയായി പ്രണയപരപ്പായി നീലനിലാവിന ഭാരതയായി, കടലേ നീ എൻ്റെ ഹൃദയം.
ഹൃദയം കടലേ നീ പാടി തിമിർക്കുക. കടലിന്റെ സൗന്ദര്യം കണ്ട് മുന്നാബായി ഇങ്ങനെ പാടി തിമിർക്കുക. അല്ലെങ്കിൽ വൈകുന്നേരത്തെ കടലിന് വല്ലാത്തൊരു വൈദ്യുതിയ, ഒരു പ്രണയിയെ പോലെ. പ്രണയ വിപഞ്ചികൾ ഒഴുകി നിറഞ്ഞ നിന്നാദങ്ങളെത്രയഗാധം. പ്രണയ വിപഞ്ചികൾ ഒഴുകി നിറഞ്ഞ നിന്നാദങ്ങളെത്രയഗാധം. എല്ലാം അറിഞ്ഞ് എല്ലാം നിറഞ്ഞ് പടരുന്നതേകാന്തമൗനം. എല്ലാം അറിഞ്ഞ് എല്ലാം നിറഞ്ഞ് പടരുന്നതേതോരേകാന്തമൗനം. 1000 വർണ്ണങ്ങൾ 1000 ഭാവങ്ങൾ നിന്നിലേക്കൊഴുകി അലിയുന്നു. 1000 വർണ്ണങ്ങൾ 1000 ഭാവങ്ങൾ നിന്നിലേക്കൊഴുകി. മുന്നാബായിന്റെ പാട്ടും കേട്ടിക്കല്ലേ? വയലിന്റെ മുന്നാബായിന്റെ പാട്ട് കേൾക്കാൻ എനക്കും വലിയ ഇഷ്ടാ. എന്ന് നിറഞ്ഞൊരു ചിരിയാ മുഖത്ത്. അല്ലെങ്കിലും ചിരിക്കുന്നവരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. നിങ്ങൾക്ക് അടക്കാവ് പോലെ ഒന്ന് ചിരിച്ചൂടെ? അവരാരും പമ്പരം വാങ്ങിയില്ലല്ലേ? ഇല്ല. അവര് മരിച്ച ഒരാളെ കണ്ട് സങ്കടം തീർക്കാൻ വന്നതാ. കടലിൽ ചാടി മരിച്ചതാ. മരിച്ച ആൾക്കാരെ കൊണ്ട് പറയുമ്പോ നിങ്ങൾക്ക് ഇത്രക്ക് സന്തോഷ? ജീവിക്കുന്നല്ലേ നല്ലേ? അതെ, അത് കുട്ടി ജീവിതം പഠിക്കാത്തത് കൊണ്ടാ. എന്നിട്ട് ജീവിതം കണ്ട ആളുകൾക്ക് മരിക്കണമെന്ന് തോന്നും. എന്നിട്ട് നിങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടാ? ഉണ്ട്. എന്തിനാ മരിക്കുന്നേ? ജീവിതത്തിലെ എല്ലാ ആശകളും കെട്ട് നിരാശകളായി മാറുമ്പോൾ നമ്മുടെ ജീവിതം മടുക്കും. അപ്പൊ നമുക്ക് മരിക്കാൻ തോന്നും. മരിച്ചാ പിന്നെ കുട്ടിയെ ആശയും നിരാശയും ഒന്നും ഇല്ലല്ലോ. എന്താ നിങ്ങൾ ആശ? ജീവിതത്തിലെ എല്ലാം നേടണം എന്നുള്ള ചിന്ത. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഞാനിപ്പോ ഇവിടെ പമ്പരം വെച്ച് നടക്കല്ലേ. എന്നിട്ട് നിരാശ വന്ന് ഞാൻ ചാവുന്നുണ്ടോ? നിങ്ങളില്ലേ, നിങ്ങളാള് തീരെ ശരിയില്ല കേട്ടോ. ഇത്രയും നല്ലൊരു കടപ്പുറത്ത് വന്നിട്ട് ചാവുന്നതിനെ കുറിച്ചാ പറയുന്നേ. പിന്നെ ഞാൻ എന്തിനെ കുറിച്ചാ പറയണ്ടേ? ഈ കടലിനെ കുറിച്ച് പറയണോ? അതോ ഈ പൂഴിമണലിനെ കുറിച്ച് പറയണോ? അതുമല്ലെങ്കിലേ ഞാൻ നോക്ക്, ഈ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ കുറിച്ച് പറയണോ? അതുമല്ലെങ്കിലേ ഇങ്ങോട്ട് നോക്ക്, ഈ കടലിൽ തോണിപ്പോകുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയണോ? പിന്നെ ഞാൻ എന്തിനെ കുറിച്ചാണോ പറയേണ്ടത്? പറ. കടലും കണ്ട് കപ്പലും കണ്ട്. എന്തൊരു കഷ്ടായത്. കടലും കണ്ട് കപ്പലും കണ്ട് പവിഴ ദ്വീപിൽ ഒളിച്ചു കളിക്കും ചേലുള്ള മീനിനെ പിടി. പവിഴ ദ്വീപിൽ ഒളിച്ചു കളിക്കും ചേലുള്ള മീനിനെ പിടി പിടി
പാട്ട് ഇഷ്ടപ്പെട്ടോ? കേട്ടപ്പോ നിങ്ങൾക്ക് എന്നാ തോന്നിയേ? ഒന്നും തോന്നിയില്ല. ഒന്നും തോന്നാത്തത് ഇനി ഞങ്ങളെ കുഴപ്പം. ഇതെല്ലാം കാണാനാ കണ്ണ്, കേൾക്കാനാണ് കാത്. മനസ്സിലായ? മനസ്സിലായി. എന്നാ നിങ്ങൾക്ക് മനസ്സിലായേ? കുട്ടി ഇപ്പൊ എന്താണോ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായത്. അതൊന്ന് കേൾക്കണല്ലോ. എന്തൊരു കഷ്ടാണ്. ഒരു കഷ്ടമില്ല. പറ. നീ ഇപ്പൊ എന്താണോ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായെന്ന്. അതൊന്ന് പറഞ്ഞു താടോ. എന്തൊരു കഷ്ടം. ഒരു കഷ്ടമില്ല, ഒന്ന് പറഞ്ഞു താ. നിന്റെ നാവ് കൊണ്ട് എന്താണോ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായെന്ന്. അതൊന്ന് പറഞ്ഞതാ. എന്തൊരു കഷ്ടാന്ന് നോക്കിക്കേ. എന്തൊരു കഷ്ടം, ഒന്ന് പറഞ്ഞതാ. എന്തൊരു കഷ്ട. നീ എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായെന്ന്. അതൊന്ന് പറഞ്ഞു താരോ. അതേ നോക്ക്, അവിടെ 2-3 പേര് വന്നിട്ടുണ്ട്. അവർക്ക് പമ്പരമോ കളിപ്പാട്ടമോ എന്തേലും കൊണ്ടുപോയി വെക്ക്. ചെല്ല് മോള് ചെല്ല്. പമ്പരല്ല ഞാൻ വെക്കേ. നിങ്ങളില്ലേ, നിങ്ങൾ ശരിക്കും ഒരു പൊട്ടനാട്ടാ. ശരിക്കും ഒരു പൊട്ടനാണല്ലോ. അയ്യോ സമാധാനായി പോയി. എവിടെ പോവേ? ഞാൻ ഇവിടെ തന്നെ. ഞാൻ ഇപ്പൊ വരും. ഇവിടെ തന്നെ ഞാൻ ഇപ്പൊ വരെ. എന്തൊരു കഷ്ടാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സുഖം ഈ കുട്ടിയായിട്ട് ഇല്ലാതാക്കുമെന്നാ തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നല്ലേ? ഞാൻ ജീവിതത്തിൽ പിന്നിട്ട ഓരോ വഴികളും നിഷാദം നിറഞ്ഞത്, സങ്കടവും നിറഞ്ഞതായിരുന്നു. മരണത്തിലേക്ക് എത്ര വഴികളാണ്. ജീവിതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മരണത്തിലേക്കുള്ള വഴികളാണ്. സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഉറക്കെ തിരിച്ചിട്ടില്ല. എന്നെ ആരും സ്നേഹിച്ചിട്ടില്ലടോ. അതുകൊണ്ട് തന്നെ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലടോ. എനിക്ക് ചുറ്റും നടക്കുന്ന ഈ നെറികേടുകൾക്ക് മുമ്പിൽ ഞാൻ ആത്മഹത്യ ചെയ്യല്ലാതെ പിന്നെന്താണ് ചെയ്യുക? മരണത്തോടുകൂടി ഏത് വേദനകളാണോ ഇല്ലാതാവാത്തത്? മരണത്തോടുകൂടി ഏത് വേദനയാണ് അവസാനിക്കാത്തത്? മരണത്തോടുകൂടി ഏത് വേദനയാണ് അവസാനിക്കാത്തത്? മരണത്തോടുകൂടി ഏത് വേദനയാണ് അവസാനിക്കാത്തത്? അവരൊരു പമ്പരം വാങ്ങിട്ടോ. നന്നായി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തൊരു സന്തോഷം ഇല്ലാത്തത്? ഒന്നുമില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തില് നമ്മൾ പങ്കുചേരുമ്പോഴാ നമ്മുടെ സന്തോഷത്തില് മറ്റുള്ളവരും പങ്കുചേരും. എന്നാലേ എനിക്കിപ്പോ ഒരു സന്തോഷമില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ പണി? എനിക്കോ? എനിക്കൊരു പണിയുമില്ല. അതന്നെയാ കുഴപ്പം. അല്ല, അപ്പൊ നിങ്ങളെങ്ങനെ ജീവിക്കുക? മരിക്കാൻ പോകുന്ന എന്നോടാ ജീവിതത്തെ കുറിച്ച് ചോദിക്കുന്നത്. എന്നാ പറ, എങ്ങനെ ജീവിക്കുവാന്ന്? അത് പിന്നെ ജീവിക്കാൻ ഒരു പണി വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇത് കേട്ടപ്പോ ഇല്ലേ എനക്കൊരു കാര്യം തോന്നി. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ. ദേഷ്യം വരുവാ? ഇല്ല. വരൂലോ? വരില്ല. അല്ലേ വേണ്ട, പാറ്. അല്ലേ വേണ്ട, കുട്ടി ചോദിച്ചോളൂ. ചോദിക്കട്ടെ? പറയുന്നേ? പറയേ. പറഞ്ഞോ. നിങ്ങളില്ലേ, നിങ്ങൾ ആള് തീരെ ശരിയില്ലാട്ടോ. അയ്യോ, ആള് തീരെ ശരിയില്ല. അയ്യേ. അതെ, ആളെ ഒന്നിങ്ങോട്ടേക്ക് വാ. ഒന്നിങ്ങോട്ട് വാ. ആള് നിൽക്കല്ലോ, ഒന്നിങ്ങോട്ട് വാ. ഹലോ, ഇങ്ങോട്ട് വാ. ഒന്നിങ്ങോട്ട് വാ. ഇങ്ങോട്ടൊക്കെ. അതില്ലേ, അതെന്റെ അനിയനാ. ഞാനില്ലാണ്ടില്ലേ ഒരു നിമിഷം പോലും നിൽക്കൂല. അത്രയ്ക്ക് ഇഷ്ടാ. 2-3 ദിവസമായി ഞാനും ഓനും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോവാൻ വേണ്ടി കാത്തു നിക്ക. എവിടേക്കാ? എവിടേക്കാന്നാ?
അതില്ലേ അത് ഞാൻ നാളെ പറയാം. എടാ അവിടെ നിൽക്ക്, ഞാനും വരുന്നേ, പോവില്ലേ, വരുന്നേ. ആ മോള് പറഞ്ഞത് കേട്ടില്ലേ? നാളെ പറയാന്ന്. അതിന് ഞാൻ നാളെ ഉണ്ടാവില്ലല്ലോ, ഞാൻ മരിക്കാൻ പോവല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഞാനോ പൊട്ടൻ അതോ അവളോ പൊട്ടത്തി. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞ സിനിമ തുടങ്ങും. അത് കഴിഞ്ഞ മുറിയിൽ പോയി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യണം. ഒരു സ്വപ്ന സ്വച്ഛന്ത മരണം. കണ്ണിന്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട്. കോടിയാടി നാടു വാഴണ സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. എൻ കരളിന്റെ കഥകു തുറന്നാൽ കാണുന്ന പൂങ്കാവിങ്കലു മാണിക്യ മണിയറ തന്നില് റാണിയൊന്നുണ്ട്. നാണമോടെ വീണമീട്ടണ റാണിയൊന്നുണ്ട്, മധുവാണിയൊന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വാ, ഇതെന്താ ഇപ്പൊ സിനിമ തുടങ്ങൂ. ഇങ്ങോട്ട് വാ, ഇതിപ്പോ തുടങ്ങൂ. ഇങ്ങോട്ട് വഞ്ഞെന്ന് കളിക്കുന്നു, ഇങ്ങോട്ടേക്ക് വാ. ഒരു കാര്യം, ഇപ്പൊ സിനിമ തുടങ്ങും. വേഗം തിയേറ്ററിൽ കയറുന്നുണ്ട്, കയറിക്കോ. ഞാൻ നേരത്തെ അയ്യോ ആ കുട്ടി ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. അവസാന നിമിഷം ഞാൻ അനുഭവിക്കുന്ന സുഖം ഈ കുട്ടി ഇല്ലാതാക്കുന്ന തോന്നുന്നത്. ഇവിടെ വന്നിരിക്കാതിരുന്നാ മതിയായിരുന്നു. എടാ വാടാ, ഇങ്ങോട്ട് വാ. സിനിമ ഇപ്പൊ തുടങ്ങും. അങ്ങോട്ടിരിക്കോ, അങ്ങോട്ടേക്ക് ആടെ ഇരിക്കണേ, ഏടെങ്കിലല്ലേ ഇരിക്കും. സിനിമ തീരുന്ന കടല തീർക്കറേ, ഞാൻ വാങ്ങൂല വെച്ചിട്ട്. ആ സിനിമ തുടങ്ങി. $500 of them, stark naked, screaming their heads off, all with spears. Spears? Well, they say it's much worse now. These young fellas nowadays, they haven't got the stomach for it. Not many is when it comes to a spear. Talk sense, man. All I say is if there is a war, which God forbid, then you can say goodbye to England, home and beauty. Because the young chap now can't fight. No drama. ഇപ്പൊ സമാധാനായി. പിന്നില്ലേ, എനിക്ക് ഈ സിനിമയുടെ കഥ ഒന്നും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ ചെറുതുമല്ലേ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഈ മുഷിഞ്ഞ വസ്ത്രം കണ്ടിട്ട് കുട്ടി പറയുന്നു എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ സത്യം സാധിക്കും. അതിനെന്താ, വേസ്റ്റിലൊന്നല്ലല്ലോ മനുഷ്യന്. അതുകൊണ്ട് കള്ളക്കലരിക്കണ്ടേ, ഞാൻ പറഞ്ഞതോ മനസ്സിലാവായിട്ടല്ലേ. ശരി, ഞാൻ പറഞ്ഞു തരാം. ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ആ രണ്ട് ആമ്പിള്ളേർ ഓടുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ കുതിരകൾ ഓടുന്നു, കണ്ടോ? ആ നടന്റെ പേര് ഡേവിഡ് ഫെറർ എന്നാണ്. അങ്ങനെ ഒരാളുണ്ട്, കണ്ടില്ലേ? ആ കുട്ടി ഇപ്പൊ ആക്രമിക്കപ്പെടും. സമാധാനായി. ഇടവേളയാ, ഇനി 5 മിനിറ്റ് കഴിഞ്ഞ സിനിമ തുടങ്ങുള്ളൂ. ഓനുറങ്ങിപ്പോയി. നന്നായി. നിങ്ങളെടുത്തിരുന്നോണ്ടില്ലേ, സിനിമേന്റെ കഥയെല്ലാം നല്ലോണം മനസ്സിലായി. അറിയുന്ന കാര്യങ്ങളില്ലേ നമ്മള് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുമ്പോഴാ നമ്മളാവുന്നത്. അമ്മ പറഞ്ഞു തന്നതാ. എന്നാൽ എന്റെ ഈ മുഷിഞ്ഞ വസ്ത്രം കണ്ടിട്ട് കുട്ടിക്ക് എങ്ങനെ ഇതൊക്കെ ചോദിക്കാൻ തോന്നി? അതെന്താ? അതെ, ഒരിക്കൽ എന്നെ എന്റെ അമ്മ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്നിട്ടോ? അവിടുത്തെ സിസ്റ്റർമാർ ചോദിച്ചു മകനാ അല്ലേന്ന്. എന്നിട്ട് എന്താവാനാ? ഉടനെ മറ്റൊരു ചോദ്യം, മകന് കൂലിപ്പണിയാണോ എന്ന്. അതെന്താ, എല്ലാ പണിയും ഒരുപോലെ അല്ലേ? ശരി തന്നെ, അതെന്റെ ഈ വസ്ത്രം കണ്ടതുകൊണ്ട് ചോദിച്ചതാവാം. നിങ്ങളെ പറ്റിയിട്ടില്ലേ? നിങ്ങൾക്ക് എന്നൊരു മോശം നിലപാടുള്ളതുകൊണ്ടാ ഇങ്ങനെയെല്ലാം. സിനിമ തുടങ്ങിയല്ലോ. Yes, what is it? Cargo shifting. Can I have some more hands below? Right. You
fellas there, come with me. Leave your rifles here. കുറേ നേരം ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നു. കുഞ്ഞു നാവ് കൊണ്ടാണെങ്കിലും എന്തോരം വലിയ കാര്യങ്ങളാ ഈ കുഞ്ഞു പറയുന്നത്. Yes, one eye. Starting Kando. in the other twin decks. Beautiful. Fast on it over. Green decks. Right, try and keep the magazine cool with the hook. You three, go in it. സിനിമ കഴിഞ്ഞല്ലേ ആ ചേട്ടന്മാര് ആ ചേച്ചീനെ രക്ഷപ്പെടുത്തിയല്ലേ? നല്ല സിനിമ, നല്ല കഥ. ഇനി ഞങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് എത്തേ. മരിക്കാൻ പോകുന്ന എനിക്കെന്തിനാ കുട്ടി ചോക്ലേറ്റ്? എന്താ പറഞ്ഞേ? ഒന്നുമില്ല, കുട്ടി നടന്നോളൂ എന്ന് പറഞ്ഞതാ. ചോക്ലേറ്റ് തന്നു കേട്ടോ. അതെ, മോക്ക് സിനിമ ഇഷ്ടായോ? സിനിമ ഇഷ്ടായി. ഇപ്പൊ ഒന്നും തീരണ്ടായിരുന്നു. പിന്നെ ഇല്ലേ, നിങ്ങൾ ഇനിയപ്പോ സിനിമക്ക് വരിക? അടുത്ത ആഴ്ച വരുമോ? എന്താ വരൂ നിങ്ങള്? അമ്മ സമ്മതിച്ചാ വരാ. ഈ അമ്മയോട് പറ ഞാൻ സിനിമയ്ക്ക് വരുന്നുണ്ടെന്ന്. എങ്കിൽ ഞാൻ കാത്തിരിക്കേ. എന്നാ ഞാൻ പോവാണേ. എടാ എണീക്കടാ, സിനിമ തിയേറ്ററിൽ ചോറ് എണീക്കടാ. সখী তোরা প্রেম করিও না, পীড়িত বালা না। সখী তোরা প্রেম করিও না, കുറച്ചുകൂടി സമയം കഴിഞ്ഞാ সখী তোরা ആ കടൽത്തീരത്ത് പോയിരുന്ന് എനിക്ക് മുറിയിലേക്ക് പോകണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കാൻ പോവുകയാണ്. മരണം. ഇടപ്പള്ളിയെ പോലെ, നന്ദിനിയെ പോലെ, രാജലക്ഷ്മിയെ പോലെ, അങ്ങനെ സ്വയം മരണം വരിച്ച അനേകം മനുഷ്യ ജീവിതത്തിനൊപ്പം ഈ ഞാനും. ജീവിതപാതകൾ തീരുന്ന വഴികളിൽ പ്രാണൻ പിടയുന്ന സാന്ധ്യനിരച്ചോട്ടിൽ മൃത്യുവാണിന്നെൻ്റെ സ്വാതന്ത്ര്യ ഭൂമിക. മരണമാണിന്നെൻ്റെ ജീവന്റെ ഉത്തരം. വിട നൽകു കാലമേ, ഇരുട്ടിലേക്കിന്നെന്നെ ചേർത്തു വെക്കട്ടെ എന്നേക്കുമെന്നെ ഞാൻ. നേരെ ഇത്ര വൈകിട്ടും മോളിതര വീട്ടിലേക്ക് പോയില്ലേ? മോളോടാ ചോദിച്ചത്, മോള് പോയില്ലേ എന്ന്. വയ്യാത്ത അച്ഛനും അമ്മയ്ക്കും അനിയനൊക്കെ ജീവിക്കാൻ സന്തോഷം മാത്രം പോരല്ലോ, 4 വയറുകളൊക്കെ നിറയണ്ടേ, വിശപ്പൊക്കെ മാറണ്ടേ. അതിനു വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും ചിരിക്കും. എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇല്ലേ, ബസ്സിലും കാറിലും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടെ പോകുമ്പോ എനിക്ക് കരച്ചില് വരും. പക്ഷെ ഞാൻ കരയാറില്ല. കാരണം ഞാൻ കരഞ്ഞ എന്റെ വീട്ടിലുള്ളവരും കരയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിൽക്കും. കൊറേ പമ്പരങ്ങൾ വെക്കും, എത്ര വേണമെങ്കിലും ഡാൻസ് കളിക്കും. ഒരു പ്രാവശ്യം കൂടി ഡാൻസ് കളിച്ചല്ലേ കുറച്ചുകൂടി പണം കിട്ടും. അപ്പോഴും ഒരു പരിഭവം ഉണ്ട് കേട്ടോ. എന്താ? നിങ്ങൾ മാത്രം എന്റെ അടുത്തുനിന്ന് പമ്പരം വാങ്ങാത്തതുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം ഞാൻ തന്നോട്ടെ.
തന്നോളൂ. ഹേ? ആണോ? ഇതിനെത്രയാ? വേണ്ട, പണം ഒന്നും വേണ്ട. എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയില്ലേ, മരിച്ച ഒരാളെ കുറിച്ചിട്ട് ഭാഗ്യവാനെന്ന് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയാല് വെറുതെ ഇങ്ങനെ ഇങ്ങനെ കറക്കി നോക്കാൻ തന്നതാ. മോളെ, ഈ പണം മേടിച്ച കുട്ടി, കുട്ടി ഇത് മേടിച്ച മോളെ. മോളെ, അവിടെ ഇരുട്ടാണ്. ആ ഇരുട്ടിലും എന്തൊരു വെളിച്ചമാണ് അവൾക്ക്. എവിടെയും എവിടെയും പ്രകാശം പരത്തുന്നത് പോലെ. അമ്മ, അച്ഛൻ, വെളിച്ചം. അവൾ ഒരു ചെറിയ സമയം കൊണ്ട് ആ കുട്ടി എന്നെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്. ഒരു ജന്മം മുഴുവൻ കിട്ടേണ്ട സ്നേഹമാണ് എനിക്ക് ചെറിയ സമയം കൊണ്ട് ആ കുഞ്ഞ് തന്നത്. ഞാൻ ഉറക്കെ ചിരിച്ചത്, എന്നിലെ എന്നെ അറിയിച്ചത്. അവളൊരു കുഞ്ഞു നക്ഷത്രമാണ്. അവൾ ആകാശത്തിലല്ല, ഈ ഭൂമിയിലാണ്, എന്റെ മനസ്സിലാണ് അവൾ വെളിച്ചമായി മാറിയത്, സന്തോഷമായി മാറിയത്. ആ വെളിച്ചത്തിന് മുമ്പിൽ എനിക്ക് ഞാൻ ഇല്ലാതാക്കാൻ തീരുമാനിച്ച എന്റെ ജീവിതം ഞാൻ തിരിച്ചു പിടിക്കുകയാണ്. ഞാൻ ആ സന്തോഷത്തെ, ഞാൻ എന്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ പോവുകയാണ്. പഠിപ്പും പരപ്പും ഒന്നുമില്ലെങ്കിലും ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും നല്ലൊരു ഭൂമിന്ന് നമ്മൾ എന്തിനാ ഇങ്ങനെ സ്വയം മരിക്കുന്നേ?